VK എക്സാം ഗൈഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ എക്സാമിന്റെ സിലബസിലുള്ള ഫിസിക്കൽ സയൻസ് വിഭാഗത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടിക്ക് ഇട്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് നമ്മളെ 11ാമത്തെ ചാപ്റ്റർ ശബ്ദവും പ്രകാശത്തിൽ ശബ്ദം നമ്മൾ ഓൾറെഡി എടുത്തതാണ്. പ്രകാശത്തിന്റെ പകുതി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി വരുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രകാശം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ ആയ ശബ്ദവും പ്രകാശവും പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്ന മഴവില്ല്, ലെൻസുകൾ, ദർപ്പണങ്ങൾ, അതുപോലെ കണ്ണ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. SCERTയുടെ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ് പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള വിവരങ്ങളും കൂടാതെ PSCക്ക് ചോദിച്ച വിവരങ്ങളെല്ലാം ഇതിൽ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മഴവില്ലാണ്, റെയിൻബോ. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമായ പ്രധാന പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ പ്രകീർണനമാണ്. മഴവില്ലുണ്ടാവാൻ കാരണമായ പ്രധാന പ്രതിഭാസം ചോദിച്ചാൽ പ്രകീർണനമാണ്. നമുക്കറിയാം മഴവില്ല് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ മഴവില്ല് കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം നോക്കി നമുക്ക് കാണാം. അന്തരീക്ഷത്തിലുള്ള ജലകണികകളിലേക്ക് ഒരു പ്രകാശരശ്മി വരുന്നു. ആ പ്രകാശരശ്മി ആ ജലകണികയിൽ വെച്ച് ആദ്യം അപവർത്തനം സംഭവിക്കുന്നു. അതിനുശേഷം പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നു. എന്നിട്ട് വീണ്ടും എന്തു ചെയ്യുന്നു? അപവർത്തനം സംഭവിക്കുന്നു. ഇങ്ങനെയാണ് മഴവില്ല് രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ മഴവില്ല് ഉണ്ടാകാൻ കാരണമായ പ്രധാന പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ പ്രകീർണനമാണ്. മറ്റ് പ്രതിഭാസങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപവർത്തനവും അതുപോലെ പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അപവർത്തനവും പൂർണ്ണാന്തര പ്രതിഫലനവുമാണ് മറ്റ് പ്രതിഭാസങ്ങൾ. മഴവില്ലിന്റെ ആകൃതി ചോദിച്ചു കഴിഞ്ഞാൽ അർദ്ധവൃത്തമാണ് മഴവില്ലിന്റെ ആകൃതി. അർദ്ധവൃത്തം ആകൃതി ചോദിക്കുകയാണെങ്കിൽ അർദ്ധവൃത്തമാണ്. ഇനി വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് വൃത്താകൃതിയിലാണ്. മഴവില്ലിന്റെ ആകൃതി ചോദിച്ചാൽ അർദ്ധവൃത്തം. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകൃതിയാണെങ്കിൽ വൃത്താകൃതിയാണ്. ഇനി മഴവില്ല് കാണുന്നത് രാവിലെയോ വൈകുന്നേരമോ സൂര്യന് എതിർ ദിശയിലാണ് കാണുക. രാവിലെയോ വൈകുന്നേരമോ ആണ് മഴവില്ല് കാണുക. രാവിലെയോ വൈകുന്നേരമോ ആണ് മഴവില്ല് കാണുക. അത് സൂര്യന് എതിർ ദിശയിലാണ് കാണുക. മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ചോദിക്കുകയാണെങ്കിൽ ചുവപ്പാണ്. മഴവില്ലിന്റെ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന, അതായത് ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം ചോദിക്കുകയാണെങ്കിൽ വയലറ്റ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം, മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്, ഏറ്റവും താഴെയായി കാണപ്പെടുന്ന നിറം വയലറ്റ്. ഇനി മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖ ദൃഷ്ടിരേഖ എന്ന് പറയും. അപ്പൊ ഈ ദൃഷ്ടിരേഖയുമായിട്ട് ചുവപ്പ് നിറം ഉണ്ടാക്കുന്ന കോണളവാണ് 42.7 ഡിഗ്രി. അതുപോലെ ദൃഷ്ടിരേഖയുമായി വയലറ്റ് നിറം ഉണ്ടാക്കുന്ന കോണളവാണ് 40.8 ഡിഗ്രി. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു മഴവില്ലിന്റെ ആകൃതി എന്ന് പറയുന്നത് അർദ്ധവൃത്താകൃതിയാണ്. അതായത് ആർക്ക് ഷേപ്പാണ് മഴവില്ലിന്റെ ആകൃതി എന്ന് പറയുന്നത്. ആർക്ക് ഷേപ്പാണ്. അപ്പൊ ഈ ആർക്ക് ഷേപ്പ് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ജലകണികളിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വർണ്ണരശ്മിയും ദൃഷ്ടിരേഖയുമായിട്ട് നിശ്ചിത കോൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കോൺ ഉണ്ടാക്കുന്നത് കാരണമാണ് ഇത് ആർക്ക് ഷേപ്പിൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ലെൻസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. പ്രധാനമായും ഉപയോഗിക്കുന്ന ലെൻസുകൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് സംവ്രജന ലെൻസ് അഥവാ ഉത്തല ലെൻസ്. കോൺകേവ് ലെൻസിന്റെ വേറൊരു പേരാണ് വിവ്രജന ലെൻസ് അഥവാ അവതല ലെൻസ്. അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അതുപോലെ മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസാണ് കോൺകേവ്
ലെൻസ്. ഇനി ലെൻസുമായി ബന്ധപ്പെട്ട കുറച്ച് സാങ്കേതിക പദങ്ങളാണ്. ഒരു ലെൻസിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്നത് പ്രകാശിക കേന്ദ്രം എന്നാണ്. ഒരു ലെൻസിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്നത് പ്രകാശിക കേന്ദ്രം അഥവാ ഒപ്റ്റിക് സെന്റർ എന്ന് പറയും. നമ്മുടെ ഈ ചിത്രത്തിൽ പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഒപ്റ്റിക് സെന്റർ. പി ആണ് ഒപ്റ്റിക് സെന്റർ. അതുപോലെ ഒരു ലെൻസിന്റെ വശങ്ങൾ ഭാഗങ്ങളാക്കി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ പറയുന്ന പേരാണ് വക്രതാ കേന്ദ്രം. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. സി കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സി. അപ്പൊ ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് ഗോളങ്ങളുടെ ഭാഗങ്ങളാണ് ശരിക്കും. അപ്പൊ ആ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. ഇപ്പൊ സി ആണ് വക്രതാ കേന്ദ്രം. അതുപോലെ ഒരു ലെൻസിന്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം. അപ്പോൾ നമ്മളിവിടെ രണ്ട് സികളെയും കണക്ട് ചെയ്തുകൊണ്ട് പിന്നെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സാങ്കല്പിക രേഖ പോകുന്നുണ്ട്. സാങ്കല്പിക രേഖ. ആ സാങ്കല്പിക രേഖയെ പറയുന്ന പേരാണ് മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി നമുക്ക് മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നോക്കാം. ഒരു ലെൻസിന്റെ മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്? ആദ്യം നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് നോക്കാം. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ആ കോൺവെക്സ് ലെൻസിലേക്ക് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷം, ഇതാണ് മുഖ്യ അക്ഷം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രകാശരശ്മികൾ ഇങ്ങനെ പതിക്കുകയാണ്. അപ്പൊ അത് പതിച്ചിട്ട് ഈ ലെൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അപവർത്തനം നടക്കുന്നു. അങ്ങനെ അപവർത്തനം നടന്നതിന് ശേഷം ഒരു പൊതുബിന്ദുവിൽ എന്ത് ചെയ്യുന്നു? ഈ പ്രകാശരശ്മികളെല്ലാം കേന്ദ്രീകരിക്കുന്നു. ഈ കേന്ദ്രീകരിക്കുന്ന ബിന്ദുവിനെ നമ്മൾ പറയുന്ന പേരാണ് അതിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ മുഖ്യ ഫോക്കസിൽ നിന്ന് അതിന്റെ പ്രകാശിക കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെ നമ്മൾ പറയുന്ന പേര് ഫോക്കസ് ദൂരം എന്ന് പറയാം. ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഫോക്കസ് ദൂരം നമ്മൾ സൂചിപ്പിക്കുന്നത് സ്മോൾ എഫ് കൊണ്ടാണ്. ഇനി നമുക്ക് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ ഒരു കോൺകേവ് ലെൻസ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ കോൺകേവ് ലെൻസിലേക്ക് അതിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രകാശരശ്മികൾ വരുന്നു. അപവർത്തനത്തിന് ശേഷം ഈ രശ്മികളെല്ലാം പരസ്പരം അകന്നു പോകുന്നു. എന്നാൽ ഈ രശ്മികളെല്ലാം പതനരശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ്. ഇവിടെയും ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോക്കസ് മുതൽ പ്രകാശിക കേന്ദ്രം വരെയുള്ള ദൂരമാണ് ഇതിന്റെ ഫോക്കസ് ദൂരം. അപ്പൊ നമ്മൾ ഇതിന്റെ നിർവചനങ്ങളെല്ലാം നമ്മൾ നോക്കൊന്നും വേണ്ട, നിങ്ങൾ ഒന്ന് വായിച്ച് മാത്രം നോക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണോ മിഥ്യയാണോ? അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം യഥാർത്ഥമാണ്. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. എന്നാൽ കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് യഥാർത്ഥമല്ല, അതായത് മിഥ്യയാണ്. മിഥ്യ അഥവാ വെർച്വൽ ആണ്. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് യഥാർത്ഥമാണ് അഥവാ റിയൽ ആണ്. കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യ അഥവാ വെർച്വൽ ആണ്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. കാരണം കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യയാണ്. ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കാം. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ചിത്രങ്ങളൊന്നും ആരും വരച്ചു പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്ക് ഇതിനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. നമ്മളിവിടെ പി എന്ന് പറയുന്നത് അതിന്റെ പ്രകാശിക കേന്ദ്രമാണ്. എഫ് എന്ന് പറയുന്നത് അതിന്റെ ഫോക്കസ് ആണ്. 2F എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ വക്രതാ കേന്ദ്രം അഥവാ സി ആണ്. അപ്പൊ ഇവിടെ FP എന്ന് പറയുന്ന ദൂരം തന്നെയായിരിക്കും എഫിൽ നിന്ന് 2Fലേക്കുള്ള ദൂരം. അപ്പൊ നമുക്കിവിടെ ഒരു വസ്തുവിനെ നമ്മൾ ഇവിടെ വെക്കുന്നു. അതായത് 2Fന് മുന്നിൽ വെക്കുന്നു.
2Fന് മുന്നിൽ നമുക്ക് ഇവിടെ വെക്കാം. 2Fൽ വെക്കാം. അടുത്തത് നമുക്ക് 2Fനും Fനും ഇടയ്ക്ക് വെക്കാം. അടുത്തത് Fൽ വെക്കാം. അടുത്തത് Fനും Pക്കും ഇടയിൽ വെക്കാം. അപ്പൊ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വസ്തുവിനെ നമുക്ക് വെക്കാം. അപ്പൊ ആ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എല്ലാം ചേർന്ന് ഈ ഭാഗത്ത് എവിടെയെങ്കിലും, അതായത് ഈ മറുവശത്ത്, ലെൻസിന്റെ മറുവശത്ത് എവിടെയെങ്കിലും നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രതിബിംബം കിട്ടും. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ പ്രതിബിംബം കിട്ടുന്നത് എവിടെയാണ്, പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്തൊക്കെയായിരിക്കും? പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് യഥാർത്ഥമാവാം, മിഥ്യയാവാം, വലുതാവാം, ചെറുതാവാം, നിവർന്നതാവാം, തലകീഴായതാവാം. അപ്പൊ അത് മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ വസ്തു 2Fന് അപ്പുറം എങ്ങനെയാണ് പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വസ്തു വെച്ചിരിക്കുന്നത് 2Fന് അപ്പുറം വെച്ചു. നമുക്ക് പ്രതിബിംബം കിട്ടിയത് ഇവിടെ Fനും 2Fനും ഇടയിലാണ് കിട്ടിയത്. വസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറുതാണ് കിട്ടിയത്, തലകീഴായതാണ്, യഥാർത്ഥമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെച്ചാൽ മതി. അതൊരു ടേബിളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ടേബിള്. ആ ടേബിളിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇപ്പൊ വസ്തുവിന്റെ സ്ഥാനം നമ്മൾ വിദൂരതയിൽ, അതായത് അനന്തതയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം Fലായിരിക്കും. യഥാർത്ഥമാണോ മിഥ്യയാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥമാണ്, തലകീഴായതായിരിക്കും, അതുപോലെ ചെറുതായിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഈ കൊടുത്തിരിക്കുന്ന ടേബിൾ പ്രകാരം 5 വരെ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥം, തലകീഴായത് ആണ് കിട്ടുന്നത്. എന്നാൽ 6ാമത്തത് വസ്തു Fനും ലെൻസിനും ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മിഥ്യയാണ്, അതുപോലെ നിവർന്നതും വലുതുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണമാണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും പ്രതിബിംബം കിട്ടിയിരിക്കുന്നത് ഇതാ ഇവിടെയാണ്. ഇവിടെയാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയിരിക്കുന്നത്, ഇവിടെ കിട്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ അത് മിഥ്യയാണ്, നിവർന്നതാണ്, അതുപോലെ ചെറുതാണ്. അടുത്തൊരു ടോപ്പിക്കാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. അപ്പോൾ ദർപ്പണം, ലെൻസ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ നമ്മൾ ദൂരം അളക്കേണ്ടി വരും. അപ്പൊ ഈ ദൂരം അളക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോസിറ്റീവ് എന്നും ചില സ്ഥലങ്ങളിൽ നമ്മൾ നെഗറ്റീവ് എന്നുമെല്ലാം കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൊടുക്കുന്ന ഒരു ചിഹ്ന രീതിയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ഇതിന് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ പോയിന്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. നമ്മൾ അതിലേക്കൊന്നും പോവണ്ട, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. അതെങ്ങനെ കൊടുക്കും എന്നുള്ളത് നമ്മൾ ചില പ്രോബ്ലംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി അനുസരിച്ച് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണ്, കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണ്. ഇനി ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂത്രവാക്യമാണ്, അതിനെ പറയുന്ന പേരാണ് ലെൻസ് സമവാക്യം. നമുക്കൊന്ന് ഓർത്തു വെക്കാം. ലെൻസ് സമവാക്യം എന്ന് പറയുന്നത് F = uv/u-v. അതാണ് ലെൻസ് സമവാക്യം. അല്ലെങ്കിൽ 1/f = 1/v - 1/u. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള സൂത്രവാക്യം. 1/f = 1/v - 1/u. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, F = uv/u-v. ഇതില് F എന്ന് പറയുന്നത് ഫോക്കസ് ദൂരമാണ്, U എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലമാണ്, V എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ്. ഓക്കെ. ഇനി അതുപോലെ വേറൊരു ടേമാണ് ആവർത്തനം. നമ്മളിതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അത് നമുക്കൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ വസ്തുവിന്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിന്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആവർത്തനം. വസ്തുവിന്റെ ഉയരത്തെ അപേക്ഷിച്ചിട്ട് പ്രതിബിംബത്തിന്റെ ഉയരം എത്ര മടങ്ങ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അനുപാത സംഖ്യയാണ് ആവർത്തനം. അപ്പോൾ നമുക്ക് അതിന്റെ സൂത്രവാക്യം പറയണ ആവർത്തനം സമം പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു സൂത്രവാക്യം ഉണ്ട്, ആവർത്തനത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് m കൊണ്ടാണ്. അപ്പോൾ m = v/u എന്ന് പറയുന്ന സൂത്രവാക്യവും നമ്മൾ ഇവിടെ
ഉപയോഗിക്കാറുണ്ട്. ഇനി സാധാരണ എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ടേമാണ് ലെൻസിന്റെ പവർ. അപ്പോൾ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് അതിന്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് പവർ. അപ്പോൾ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമത്തെയാണ് ലെൻസിന്റെ പവർ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഏതാണ്? P = 1/f എന്നാണ് ഇതിന്റെ സൂത്രവാക്യം. ഇനി നമ്മളോട് സാധാരണ ഇതൊന്നും അല്ല ചോദിക്കാറുള്ളത്. നമ്മളോട് ചോദിക്കാറുള്ളത് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താണ്? ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ, ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. ഇത് D എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. കോൺകേവ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവ്, കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ്. ഇവിടെ രണ്ട് പ്രോബ്ലം കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഓർത്തു വെക്കാം. ഒന്നാമത്തത് ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. അതായത് നമ്മൾ പഠിച്ചു ലെൻസിന്റെ ലെൻസ് സമവാക്യം എന്ന് പറയുന്നത് F = uv/u-v ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്ര? അപ്പൊ നമുക്കറിയാം ഇവിടെ u എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചോളുക, u എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പൊ u എപ്പോഴും നെഗറ്റീവ് ആക്കി എടുക്കണം. അപ്പൊ 15 സെന്റിമീറ്റർ എന്ന് പറയുന്നത് -15 സെന്റിമീറ്റർ എന്ന് എടുക്കണം. ഇനി അടുത്തത് v തന്നിട്ടുണ്ട്. v എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഈ 30 എന്ന് പറയുന്നത് യഥാർത്ഥമാണോ എന്ന് നോക്കുക. യഥാർത്ഥമാണെങ്കിൽ അത് പോസിറ്റീവ് ആക്കി എടുക്കുക. ഓർക്കുക, u എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അതിലൊരു സംശയവും ഇല്ല. v എന്ന് പറയുന്നത് യഥാർത്ഥമാണെങ്കിൽ പോസിറ്റീവ് എടുക്കുക, മിഥ്യയാണെങ്കിൽ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ v നമ്മൾ ഇവിടെ എടുക്കേണ്ടത് പോസിറ്റീവ് ആണ്. ഇനി നേരെ നമ്മൾ ആ സൂത്രവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -15 × 30 -15 - 30. അപ്പോൾ നമുക്ക് -15 × 30 -45 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം മൈനസും ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ +10 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? പോസിറ്റീവ് ആണ്. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. +25 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ കാണുക. 2017 നടന്ന ഒരു LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ പവറിന്റെ സൂത്രവാക്യം നമുക്കറിയാം. P = 1/f എന്നുള്ളതാണ് പവറിന്റെ സൂത്രവാക്യം. ഇവിടെ f എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, സെന്റിമീറ്ററിലാണ് തന്നത്. അപ്പോൾ നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ 1/25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1/0.25 = 4 എന്ന് കിട്ടും. അതായത് ഉത്തരം P = 4D എന്ന് കിട്ടും. ഇനി സെന്റിമീറ്ററിനെ മീറ്ററിലേക്കൊന്നും നമ്മൾ മാറ്റാൻ പോവണ്ട. ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. P = 100/f എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ എഫിന് 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 25 സെന്റിമീറ്റർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100/25, അതായത് 4D എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ്. ഹാൻഡ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. TV, അതുപോലെ ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നു. ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ദീർഘദൃഷ്ടി നമ്മൾ പഠിക്കും, അത് ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസിന്റെ ഉപയോഗങ്ങളാണെങ്കിൽ ഹ്രസ്വദൃഷ്ടി, അതുപോലെ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ വാതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപയോഗങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാവും. അടുത്ത നമ്മുടെ ടോപ്പിക്ക് കണ്ണും കാഴ്ചയുമാണ്. നമ്മുടെ കണ്ണിൽ നമുക്കറിയാം ഒരു ലെൻസ് ഉണ്ട്, അതൊരു
കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ അതിലെ ആദ്യത്തെ പോയിന്റ് ആണ് എന്താണ് നിയർ പോയിന്റ് എന്നുള്ളത്. അപ്പോൾ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ പറയുന്ന പേരാണ് നിയർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ പറയുന്ന പേരാണ് നിയർ പോയിന്റ്. അപ്പോൾ ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഓർത്തു വെക്കുക, PSC മുമ്പ് ചോദിച്ചതാണ്. ആരോഗ്യമുള്ള ഒരാളുടെ കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് സമഞ്ജനക്ഷമത, പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയും. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ, സമഞ്ജനക്ഷമത, അതുപോലെ ഫാർ പോയിന്റ് അനന്തത. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ണിന്റെ ലെൻസുമായി ബന്ധപ്പെട്ട ഡിഫക്റ്റുകളാണ്, വൈകല്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ ഓർ ലോങ് സൈറ്റഡ്നെസ്. ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ ഓർ ലോങ് സൈറ്റഡ്നെസ്. അപ്പോൾ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കണ്ണിന്റെ ഈ വൈകല്യത്തെ പറയുന്ന പേരാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ദീർഘദൃഷ്ടിയുടെ കാരണങ്ങൾ നോക്കാം. നേത്രഗോളത്തിന്റെ വലിപ്പം കുറയുക, അതുപോലെ ലെൻസിന്റെ ഫോക്കസ് ദൂരം വളരെ കൂടുതലായിരിക്കുക. ഇതൊക്കെയാണ് ദീർഘദൃഷ്ടിയുടെ കാരണങ്ങൾ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. കണ്ണിന്റെ മറ്റൊരു ഡിഫക്റ്റ് ആണ് ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ ഓർ നിയർ സൈറ്റഡ്നെസ്. അപ്പോൾ ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഇത്തരം ഡിഫക്റ്റ് ആണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയുള്ള നേത്രങ്ങളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് അനന്തതയിലായിരിക്കില്ല, കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നമ്മൾ നോക്കാം. അപ്പോൾ നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുതലാവാം ഒരു കാരണം, അല്ലെങ്കിൽ ലെൻസിന്റെ പവർ വളരെ കൂടുതൽ ആയിരിക്കാവാം കാരണം. പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇതിന്റെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഹ്രസ്വദൃഷ്ടി ആണെങ്കിൽ കോൺകേവ് ആയിരുന്നു, ദീർഘദൃഷ്ടി ആണെങ്കിൽ കോൺവെക്സ് ആണ്. അടുത്തൊരു ഡിഫക്റ്റ് ആണ് വെള്ളയുത്ത് അഥവാ പ്രസ്ബയോപ്പിയ എന്ന് പറയും. അപ്പോൾ പ്രായം കൂടിയവർക്ക് ഈ നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സിലിയറി പേശികളുടെ ക്ഷമത, അതായത് അതിന്റെ ഇലാസ്റ്റിക് ഇത് കുറയുന്നത് കാരണമാണിത്. അപ്പോൾ ആ പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് വെള്ളയുത്ത് അഥവാ പ്രസ്ബയോപ്പിയ. ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. മറ്റൊരു ഡിഫക്റ്റ് ആണ് തിമിരം. PSCക്ക് ഇത് ചോദിച്ചിട്ടുണ്ട് മുൻപേ. തിമിരം, കാറ്ററാക്ട് എന്ന് പറയും. ഇപ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം. കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുക, അതാണ് തിമിരം. അപ്പോൾ തിമിരം വരുന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ, കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാൻ ചോദിച്ചാൽ അത് ലെൻസാണ്. ഇനി നമുക്ക് ദർപ്പണങ്ങൾ അഥവാ മിറേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതലമാണ് ദർപ്പണം. ഉപരിതലം സമതലമായ ദർപ്പണം ആണ് സമതല ദർപ്പണം. ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറേഴ്സ്. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും.
ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആംബുലൻസുകളിലൊക്കെ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആംബുലൻസ് എന്ന് വായിക്കാൻ പറ്റും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ പറയുന്നത് പാർഷിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരങ്ങളാണ് ടിന്നും ചെമ്പും. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരങ്ങളാണ് ടിന്നും ചെമ്പും. അപ്പൊ നമുക്കറിയാം ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് പ്രത്യേക തരം ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹസങ്കരങ്ങളാണ് ടിന്നും ചെമ്പും. ഇനി നമുക്ക് സമതല ദർപ്പണങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്ലെയിൻ മിറേഴ്സ്. സമതല ദർപ്പണങ്ങളിൽ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. പ്രതിബിംബത്തിന് പാർഷിക വിപര്യം സംഭവിക്കുന്നു. സമതല ദർപ്പണത്തിൽ പ്രതിബിംബത്തിന് പാർഷിക വിപര്യം സംഭവിക്കുന്നു. ഇനി കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ രണ്ട് സമതല ദർപ്പണം, ആ രണ്ട് സമതല ദർപ്പണങ്ങൾ ഒരു പ്രത്യേക കോണളവിൽ വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. കോണളവ് നമുക്ക് തീറ്റ എന്നെടുക്കാം. കോണളവ് ഉദ്ദേശിക്കുന്നത് 45 ഡിഗ്രി 90 ഡിഗ്രി അങ്ങനെ രണ്ട് ദർപ്പണങ്ങൾ ഒരു പ്രത്യേക കോണളവിൽ വെച്ചിരിക്കുന്നു എങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സൂത്രവാക്യമാണ് n = 360/θ - 1. n = 360/θ - 1 ആണ് സൂത്രവാക്യം. അപ്പോൾ രണ്ട് ദർപ്പണങ്ങൾ, ആ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റ ആയാൽ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് n = 360/θ - 1. ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. കോണളവ് 45 ഡിഗ്രി ആയാൽ ദർപ്പണങ്ങൾ നിർമ്മിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 360/45 - 1. അപ്പൊ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ 7 പ്രതിബിംബങ്ങളാണ് അവിടെ രൂപപ്പെടുക. അടുത്തത് ഗോളീയ ദർപ്പണങ്ങളാണ്. അപ്പോൾ പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെ പറയുന്ന പേരാണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയും. അപ്പോൾ പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെ നമ്മൾ പറയുന്ന പേര് കോൺകേവ് ദർപ്പണങ്ങൾ എന്നും, പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെ പറയുന്ന പേര് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രത്തെ പറയുന്ന പേര് വക്രതാ കേന്ദ്രം എന്നാണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ചിത്രത്തിൽ സി ആണ് വക്രതാ കേന്ദ്രം. സി ആണ് വക്രതാ കേന്ദ്രം. ഇനി വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിലേക്കുള്ള അകലത്തെ പറയുന്ന പേര് വക്രതാ ആരം എന്നാണ്. വക്രതാ ആരം. അപ്പൊ ഇവിടെ CP ആണ് വക്രതാ ആരം. സി മുതൽ P വരെയുള്ള ദൂരമാണ് വക്രതാ ആരം. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലമാണ് അപ്പേർച്ചർ എന്ന് പറയും. അപ്പേർച്ചർ. അപ്പൊ ഇവിടെ AB എന്ന് പറയുന്നതാണ് അപ്പേർച്ചർ. AB അതാണ് അപ്പേർച്ചർ. AB ആണ് അപ്പേർച്ചർ. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെ പറയുന്ന പേര് പോൾ എന്നാണ് പറയുക. പോൾ. അപ്പൊ ഇവിടെ P ആണ് പോള്. P ആണ് ഇവിടെ നമ്മൾ പോൾ എന്ന് പറയുന്നത്. P ആണ് പോള്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖ, ഇതിനെ പറയുന്ന പേര് മുഖ്യ അക്ഷം എന്ന് പറയും. മുഖ്യ അക്ഷം ആണ് ഇത്. മുഖ്യ അക്ഷം പോളിനെയും സിയെയും ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു കോൺകേവ് ദർപ്പണം തന്നിരിക്കുന്നു. ആ കോൺകേവ് ദർപ്പണത്തിലേക്ക് പ്രകാശരശ്മികൾ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രകാശരശ്മികൾ കടന്നു വരുന്നു. ഈ പ്രകാശരശ്മികളെല്ലാം പ്രതിപതനത്തിന് ശേഷം ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു? കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഇവിടെ F നിന്ന് P വരെയുള്ള ദൂരത്തെ നമ്മൾ പറയുന്ന പേര് ഫോക്കസ് ദൂരം എന്ന് പറയും. സ്മോൾ f കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്താണെന്ന് നോക്കാം. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ
മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിന്റെ മറുഭാഗത്തുള്ള മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു. ഈ പോയിന്റ് ആണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എഫ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് മുഖ്യ ഫോക്കസിൽ നിന്ന് പോഡിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ഇത് സ്മോൾ എഫ് കൊണ്ട് സൂചിപ്പിക്കും. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം സ്മോൾ എഫ് ആണ്. അതുപോലെ അതിന്റെ വക്രത ആരം R ആണ്. ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം സ്മോൾ എഫ്, അതുപോലെ അതിന്റെ വക്രത ആരം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ R ആണെങ്കിൽ ഇങ്ങനെ ഒരു സൂത്രവാക്യമുണ്ട്, F സമം R/2 എന്ന് പറയുന്ന സൂത്രവാക്യം. F എന്ന് പറയുന്ന ഫോക്കസ് ദൂരമാണ്, R എന്ന് പറയുന്നത് വക്രത ആരമാണ്. അപ്പോൾ ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 20 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ പകുതിയായിരിക്കും. അപ്പൊ F സമം R/2 എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഫോക്കസ് ദൂരം. ഇനി നമുക്ക് ദർപ്പണത്തിൽ എങ്ങനെയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി ഉപയോഗപ്പെടുത്തുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ദർപ്പണം, ആ ദർപ്പണത്തിൽ നമുക്കറിയാം വസ്തുവുണ്ട്, പ്രതിബിംബം ഉണ്ടാവും. അപ്പോൾ വസ്തുവിന്റെ ഉയരം മുകളിലോട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആക്കി എടുക്കണം, താഴോട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കണം. ദൂരം നമ്മൾ ഇടത്തോട്ടാണ് അളക്കുന്നതെങ്കിൽ നെഗറ്റീവ് ആക്കി എടുക്കണം, ദൂരം വലത്തോട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കണം. ഇപ്പോൾ നമുക്കറിയാം ഒരു കോൺകേവ് ദർപ്പണമാണെങ്കിൽ ഏകദേശം ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് ഉണ്ടാവുക, ഇവിടെയാണ് ഫോക്കസ് ഉണ്ടാവുക. അപ്പൊ ഈ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ദൂരമാണ്. ഇതാണ് ഫോക്കസ് ദൂരം സ്മോൾ എഫ്. ഫോക്കസ് ദൂരം സ്മോൾ എഫ് ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ പോളിൽ നിന്ന് നമ്മൾ ഫോക്കസിലേക്ക് അളക്കുന്ന സമയത്ത് ഇടത്തോട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഈ ദൂരം നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇനി കോൺവെക്സ് ദർപ്പണമാണെന്ന് നോക്കുക. നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിന് ഇവിടെയാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ദൂരം മെഷർ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണ്. അടുത്ത നമുക്ക് ദർപ്പണ സമവാക്യം എന്താണെന്ന് നോക്കാം. ദർപ്പണ സമവാക്യം നമ്മൾ നേരത്തെ ലെൻസ് സമവാക്യം പഠിച്ചതുപോലെ തന്നെ 1/f സമം 1/u പ്ലസ് 1/v എന്നാണ്. അവിടെ 1/f സമം 1/u മൈനസ് 1/v ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? F സമം uv/u പ്ലസ് v എന്ന് പറയാം. ഇവിടെ F എന്ന് പറയുന്നത് ഫോക്കസ് ദൂരമാണ്, U എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ്, V എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു പ്രോബ്ലം കൊടുത്തിരിക്കുകയാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ 30 സെന്റിമീറ്റർ മുൻപിലായി ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം U എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, V എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് മിററാണ്, ദർപ്പണമാണ്. ദർപ്പണത്തില് യഥാർത്ഥ പ്രതിബിംബമാണ്. അപ്പൊ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത് ഇപ്പൊ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്, 20 സെന്റിമീറ്റർ അകലെയാണ്. അപ്പൊ ഇത് യഥാർത്ഥ പ്രതിബിംബമാണ്. അപ്പൊ ദർപ്പണത്തിൽ യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ മൈനസ് ആണ് എടുക്കണം. അപ്പൊ V എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പൊ -20 സെന്റിമീറ്റർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -12 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഈ സമവാക്യം മനസ്സിലാക്കാൻ ഒരു പ്രോബ്ലം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ മാത്രം അത് നോക്കിയാൽ മതിയാവും. കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണം നമുക്ക് നോക്കാം. മുമ്പ് നമ്മൾ ലെൻസ് പഠിച്ചതുപോലെ തന്നെ ഇതൊന്ന് പഠിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഒരു കോൺകേവ് ദർപ്പണം, ആ കോൺകേവ് ദർപ്പണത്തിൽ നമുക്ക് വസ്തു വളരെ അകലെ വെക്കാം. അതുപോലെ സിക്ക് വളരെ അകലെ എന്ന് പറയുമ്പോൾ ഇവിടെ വെക്കാം, സിക്ക് അപ്പുറം വെക്കാം, സിയിൽ വെക്കാം, സിക്കും എഫിനും ഇടയിൽ വെക്കാം, എഫിൽ വെക്കാം, എഫിനും പിക്കും ഇടയിൽ വെക്കാം. അപ്പോൾ ഓരോരോ സ്ഥലത്ത് വെക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള പ്രതിബിംബം നമുക്ക് കിട്ടും. അപ്പോൾ അത് എവിടെയാണ് സ്ഥാനം, അതുപോലെ തന്നെ അതിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഒരു വസ്തു ഇവിടെ കൊടുത്തിരിക്കുന്നു.
ഇത് വെച്ചിരിക്കുന്നത് സിക്ക് അപ്പുറമാണ്. അപ്പോൾ സിക്ക് അപ്പുറം വെച്ച സമയത്ത് നമുക്ക് കിട്ടിയത് എഫിനും സിക്കും ഇടയിലാണ് നമുക്ക് പ്രതിബിംബം, എഫിനും സിക്കും ഇടയിൽ പ്രതിബിംബം കിട്ടിയിരിക്കുന്നു. യഥാർത്ഥമാണ് തലകീ, അതായത് സിക്ക് അപ്പുറം, ഈ രണ്ടാമത്തതാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ സിക്ക് അപ്പുറം സിക്കും എഫിനും ഇടയിൽ കിട്ടി. യഥാർത്ഥവും തലകീയായതുമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണമാണ്. അപ്പോൾ കോൺവെക്സിന് ആകെ നമ്മൾ ഒറ്റൊന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിന്റെ പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതും ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചുള്ള, കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതും ആയിരിക്കും. വസ്തുവിന്റെ സ്ഥാനം ദർപ്പണത്തിന് മുൻപിൽ എവിടെ ഇരുന്നാലും നമുക്ക് പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. അപ്പൊ ഈ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാവും. അതുപോലെ അടുത്തൊരു ടേമാണ് ആവർത്തനം. ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. വസ്തുവിന്റെ വലിപ്പത്തിന് എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഈ ആവർത്തനം കാണുന്ന സന്ദർഭങ്ങളിലെല്ലാം മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായിട്ടും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവ് നെഗറ്റീവായിട്ടും പരിഗണിക്കണം. അതുപോലെ യൂണിറ്റ് ഇല്ലാത്ത ഒരു അളവാണ് ആവർത്തനമെന്നും ഓർത്തു വെക്കുക. ആവർത്തനത്തെ സൂചിപ്പിക്കുന്നത് m കൊണ്ടാണ്. പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം, അതാണ് സൂത്രവാക്യം. അല്ലെങ്കിൽ ഇത് ദർപ്പണമാണ്, -v/u എന്നുള്ള സൂത്രവാക്യവും ഉപയോഗിക്കാം. നമുക്ക് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ നോക്കാം. സമതല ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ ആദ്യം നോക്കാം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു, അതുപോലെ കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു, പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണെന്ന് ചോദിച്ചാൽ സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ ആണ്. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നതും സമതല ദർപ്പണമാണ്. ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ നോക്കാം. ടോർച്ചിലെ റിഫ്ലക്ടർ, സോളാർ കുക്കർ, മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? കോൺകേവ് ദർപ്പണമാണ്. ഷേവിംഗ് മിറർ, സിനിമ പ്രൊജക്ടർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, അതുപോലെ മേക്കപ്പ് മിറർ, ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിയർ വ്യൂ മിറർ ആയിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത്. റിയർ വ്യൂ മിറർ, വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കോൺവെക്സ് ദർപ്പണമാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡിന്റെ വളവുകളിൽ സ്ഥാപിക്കുന്നു. അതുപോലെ സെക്യൂരിറ്റി മിറർ ആയിട്ടും ഉപയോഗിക്കുന്നു. ഇത് ടെക്സ്റ്റ് ബുക്ക് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും. കുറച്ചു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത ഓപ്ഷൻ എ ആണ്, യഥാർത്ഥം തല തിരിഞ്ഞത്. അടുത്ത ചോദ്യം, ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഫോക്കസ് ദൂരമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2D എന്ന് രേഖപ്പെടുത്തിയെന്ന് വെച്ചാൽ പോസിറ്റീവ് എന്ന് 2+2D എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ കാര്യം കോൺവെക്സ് ലെൻസ് ആണ്. ഇനി ഫോക്കസ് ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. F സമം ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. 100/F സമം 100/P എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. F സമം 100/P. അപ്പോൾ ഇവിടെ 100/P എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 100/2 എന്ന് പറയുമ്പോൾ 50. അപ്പോൾ 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി, 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. അടുത്ത ചോദ്യം, നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിന്റെ ഏതു ഭാഗത്താണ്? ഓപ്ഷൻ ബി, റെറ്റിനയിലാണ് പ്രതിബിംബം പതിയുന്നത്. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം എ, തിമിരം.
വളരെ വലിയൊരു ടോപ്പിക്കായിരുന്നു പ്രകാശം. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം.